തുടർന്ന് നമുക്ക് വചനം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായി ഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പലരും എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായി ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. അത് വളരെ അഭിനന്ദനകരമാണ്, വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ആ കാര്യം കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിച്ച ചില പ്രസംഗങ്ങളെ കുറിച്ചും ചിലർ എന്നെ ഫോണിൽ ചോദിക്കുകയുണ്ടായി. സോ ദാറ്റ്സ് എ ഗുഡ് സൈൻ ഓഫ് ലേണിംഗ് ദ വേർഡ്. ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ആഴ്ചയിൽ റോമാലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ 7 വാക്യങ്ങൾ, 1 മുതൽ 7 വാക്യങ്ങൾ വരെയാണ് നമ്മൾ ചിന്തിച്ചത്. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ആ 7 വാക്യത്തിൽ ചിന്തിച്ചത്. ഒന്ന്, the credentials of Paul. Second, the message of Paul. 3, the focus of his ministry. ഈ 3 കാര്യങ്ങൾ, അതിൻ്റെ ഉപവിഭാഗങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇന്ന് പൗലോസ് തന്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ ശേഷമായി കുറച്ചുകൂടെ പേഴ്സണലായിട്ടുള്ള തൻ്റെ ഒരു ടെസ്റ്റിമണിയാണ് തുടർന്ന് താൻ താഴോട്ട് പറയുന്നത്. അതായത് റോമാലേഖനം 1-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. ഇവിടെ പൗലോസ് 1 മുതൽ 7 വരെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന വണ്ണം 1 മുതൽ 7 വരെ പൗലോസ് ജനറലി തന്നെ കുറിച്ച് തൻ്റെ ക്രെഡൻഷ്യൽസ്, തൻ്റെ മെസ്സേജിൻ്റെ കണ്ടന്റ്, തൻ്റെ മിനിസ്ട്രിയുടെ ഫോക്കസ് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് പൗലോസ് തൻ്റെതായ വ്യക്തിപരമായ ഒരു മോഡൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ തൻ്റെ ഒരു അനുഭവം താന് റോമിലുള്ള സഭയോട് പങ്കുവെക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്തവ ചരിത്രത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിച്ച ഒരു മിഷണറിയാണ്. അല്ലെങ്കിൽ ആദിമസഭയിൽ വളരെ ശക്തമായുള്ള ഇൻഫ്ലുവൻസ് കൊടുത്തിട്ടുള്ള ഒരു മിഷണറി വീരനാണ് പൗലോസ്. എന്നാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പൗലോസിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്, എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അത്രമാത്രം പ്രാപ്തിയുള്ള വ്യക്തിയാണെങ്കിലും, he never misused his authority or influence for any personal gain. വ്യക്തിപരമായ യാതൊരു ആവശ്യത്തിനും തൻ്റെ ഇൻഫ്ലുവൻസ്, തൻ്റെ അതോറിറ്റി തനിക്ക് ചെയ്യാം. ബിക്കോസ് പല സഭകളും താനാണ് സ്ഥാപിച്ചത്, പല സഭകളും തന്നാലാണ് ഉളവാക്കപ്പെട്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി പൗലോസിന് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും, പവറുണ്ട്, അതോറിറ്റി ഉണ്ട്. ബട്ട് വി ക്യാൻ സീ എനിവെയർ ഇൻ ദ ബൈബിൾ, അല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളോ മറ്റ് എഴുത്തുകളിലോ ഒന്നും പൗലോസ് നെവർ എവർ misused his authority or influence for any personal gain. അപ്പോൾ പൗലോസ് എന്ന ദൈവദാസനിൽ നിന്ന് നമുക്ക് പാഠമാക്കാൻ പറ്റുന്ന വലിയൊരു മോറൽ എക്സാമ്പിൾ, തൻ്റെ കഴിവോ സ്വാധീനമോ പ്രാപ്തിയോ അധികാരമോ ഒന്നും തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് മനസ്സിൽ ഇരിക്കെ തന്നെയാണ് ഞാൻ അടുത്തൊരു സെക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പ്രധാനമായി ഇന്നത്തെ ദൈവവചനത്തിനായി, അല്ലെങ്കിൽ ദൈവവചന പഠനത്തിനായിട്ട് ഈ 8 വാക്യങ്ങൾ, അതായത് 8-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ആശയം നിങ്ങളോട് കൈമാറാനാണ് ആഗ്രഹിക്കുന്നത്. അതിതാണ്, വാട്ട് എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഫ്രം ദ ലൈഫ് ഓഫ് പോൾ. പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന്, പൗലോസിന്റെ ആ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്കിന്ന് ഈ രാത്രികാലം ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്, വാട്ട് വി ഷുഡ് ബി ആസ് എ ക്രിസ്ത്യൻ, വാട്ട് എവറി ക്രിസ്ത്യൻ ഷുഡ് ബി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട തലക്കെട്ട്. പ്രൈസ് ദി ലോർഡ്. സോ പൗലോസിനെ സംബന്ധിച്ച് ഈ വേദഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു 9 കൂട്ടം ക്വാളിറ്റീസ് പൗലോസ് നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുകയാണ്. സോ വി ക്യാൻ സീ 9 traits or 9 qualities that signifies how should an every Christian should be.
ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതായത് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, there we read, ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാമോ 8-ാമത്തെ വാക്യം? First, I thank my God through Jesus Christ for First, all I things. thank my God through Jesus Christ. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. So the first traits for a Christian should be, he or she should be very thankful in his life. നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പൗലോസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പൗലോസ് പറയാണ്, റോമിലുള്ള സഭ നിമിത്തമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദ ചർച്ച് ഇൻ റോം. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നിയെങ്കിലും ദി ആറ്റിറ്റ്യൂഡ് പൗലോസിന്റെ, പൗലോസ് സ്ഥാപിച്ച സഭയല്ല റോം. മറ്റാരോ സ്ഥാപിച്ച യേശുവിന്റെ ശിഷ്യന്മാരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ സ്ഥാപിക്കപ്പെട്ട സഭ, പൗലോസിന്റെ യാതൊരു സിഗ്നേച്ചറും ഇല്ലാത്ത ഒരു സഭ, റോമാ സഭ. ഈ സഭയിൽ പൗലോസിന് വാസ്തവത്തിൽ എന്താ പറയുന്നത്, പൗലോസിന്റെ മൈ ഓൺ എന്ന് പറയാനായിട്ടുള്ള യാതൊരു അവകാശവും അല്ലെങ്കിൽ യാതൊരു ക്ലെയിമും പറയാൻ പറ്റാത്തൊരു സഭയാണ് റോമാ സഭ. മേ ബി, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പൗലോസ് വുഡ് ബി ഹാവ് കെപ്റ്റ് സം ഡിസ്റ്റൻസ് വിത്ത് ദ റോമൻ ചർച്ച്. കാരണം പൗലോസ് തുടങ്ങിയ സഭയല്ല, നേരിട്ടുള്ള അഫിനിറ്റി എന്നാൽ പൗലോസ് ഏതിൽ റോമിലുള്ള സഭക്കാർ പൗലോസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൗലോസ് വരാൻ താല്പര്യപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് പിന്നീട് ഉണ്ടായെങ്കിലും ദ ചർച്ച് വാസ് നോട്ട് ഫൗണ്ട് ബൈ പോൾ. അപ്പോൾ തൻ്റെതായ യാതൊരു ഒരു ട്രേഡ് മാർക്കോ സിഗ്നേച്ചറോ ഒന്നുമില്ലാത്ത റോമ സഭയെ കുറിച്ച് പറയുകയാണ്, ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദി ചർച്ച്, ഫോർ ദിസ് ചർച്ച്. ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് വെരി ജലസ്, പൗലോസിന് പറയായിരിക്കും, ഞാനെല്ലാം സ്ഥാപിച്ച പല സഭകൾ ഇവിടെ കിടപ്പുണ്ട്, എന്നാൽ ആ സഭകളോട് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് അഫിനിറ്റി ഇതിനെക്കാട്ടിൽ അധികമായി ഹി ഈസ് വെരി താങ്ക്ഫുൾ ഫോർ ദ റോമൻ ചർച്ച്. അവിടെ മറ്റാരോ സ്ഥാപിച്ച്, മറ്റാരോ വളർത്തിയെടുത്ത, മറ്റാരോ ഡെവലപ്പ് ചെയ്തൊരു സഭയെ കുറിച്ച് പൗലോസിന്റെ കാഴ്ചപ്പാട് ഇതാണ്, ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദ റോമൻ ചർച്ച്. അപ്പോൾ പൗലോസിന് യാതൊരു അസൂയയോ, ഇതൊരു മറ്റൊരാൾ സ്ഥാപിച്ചത് കൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ, ഐ ഡോണ്ട് വാണ്ട് ടു ഇൻഡൾജ് വിത്ത്, ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് ഇൻ ടു, ഇങ്ങനെ ഒരു യാതൊരു ഭാവഭേദവും തന്നിലില്ലാതെ കർത്താവിന്റെ വേലയാണ്, അത് ആര് ചെയ്താലും ആര് നട്ടാലും ആര് നനച്ചാലും വളരുമാറാക്കുന്ന ദൈവമാണ് എന്ന് പറയുന്ന പൗലോസ്, ഹി ഈസ് വെരി താങ്ക്ഫുൾ ഫോർ ദ റോമൻ ചർച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു മോറൽ, ആസ് എ ക്രിസ്ത്യൻ, whatever may be the circumstances, we should be always thankful to our God. എന്ന് പറഞ്ഞാൽ, തന്നാൽ ആരംഭിക്കപ്പെടാത്തൊരു സഭയാണെങ്കിലും he is very content with the nature and the life of the Roman church. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, we also need to create a spirit, അല്ലെങ്കിൽ താങ്ക്ഫുൾ സ്പിരിറ്റ്, ഒരു നന്ദിയുള്ള ഹൃദയം എപ്പോഴും നമ്മളിൽ നിന്നുണ്ടാകാനായിട്ടിടയായി തീരണം. പലപ്പോഴും നമ്മൾ പലതും ഓർത്ത് മർമർ ചെയ്യുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പലരും പരാതിപ്പെടുന്ന ഒരു മാനസിക തലമുള്ള വ്യക്തികളാണ് പലപ്പോഴും മനുഷ്യർ. ഈവൻ ഒരുപക്ഷെ മറ്റൊരാളിൽ ചെയ്യുന്ന, മറ്റൊരാൾക്ക് ക്രെഡിറ്റ് കിട്ടുന്ന, മറ്റൊരാള് അതിന്റെ ക്രെഡിറ്റ് മൊത്തം എടുക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിലും we may find some kind of distance. നമ്മൾ അല്പം മാറി നിൽക്കും. we not find very faithful or thankful to that such situation. എന്നാൽ പൗലോസ് ഇവിടെ നോക്കിക്കേ, താൻ തുടങ്ങിയതാണെന്നോ താൻ നട്ടതാണെന്നോ ഒന്നൊരു ചിന്ത, അങ്ങനെ യാതൊരു ചിന്തയ്ക്കും ഒരു വക കൊടുക്കാതെ he is very content with the Roman church. He is ready to find, or he is showing his gratitude to the church in Rome. 1 തെസ്സലോനിക്ക ലേഖനം
5-ാം അധ്യായം 18-ാം വാക്യവും അത് തന്നെ പൗലോസ് പറയുന്നത്. എല്ലാറ്റിനും എന്ത് ചെയ്യണം? എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. വാട്ട് എവർ ഇറ്റ് കംസ് ടു യുവർ ലൈഫ്, അത് ചിലപ്പോൾ നന്മയായിട്ടുള്ളതായിരിക്കാം, തിന്മയായിട്ടുള്ളതായിരിക്കാം, നമുക്ക് അത്ര സന്തോഷിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം, നമുക്ക് അത്ര അതിനോട് താതാത്മ്യപ്പെടാൻ പറ്റാത്തതായിരിക്കാം. എന്നാൽ വി ഷുഡ് ബി വെരി താങ്ക്ഫുൾ ഫോർ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. ദൈവം എന്നിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയോ ചെയ്യുന്നത് ഓർക്കുമ്പോൾ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അതിന് പൗലോസിനെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം, he centered Jesus Christ as the epitome, or as the icon of sufficiency. അതായത് ഇവിടെ തന്നെ പൗലോസ് താഴോട്ട് വായിക്കും. നമ്മൾ അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. പിന്നെ അത് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ കർത്താവ് അല്ലെങ്കിൽ മൈ സെന്റർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ മറ്റൊന്നിലേക്കും തനിക്ക് ശ്രദ്ധ കൊടുക്കാതെ, മറ്റൊന്നും തനിക്ക് ഒരു സെന്റർ ഓഫ് പോയിന്റ് വെക്കാതെ, യേശു ക്രിസ്തുവിൽ സകലതും കണ്ടന്റായി. സോ മേക്ക് ജീസസ് ആസ് ദി സെന്റർ ഫോർ അവർ സഫിഷ്യൻസി. നമുക്ക് എല്ലാത്തിനും മതിയാകുന്നവൻ യേശു ക്രിസ്തുവാണ് എന്ന ചിന്തയാണ് പൗലോസിനെ ഭരിച്ചത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ കണ്ടന്റ് അല്ലായിരിക്കാം, നമ്മൾ പലപ്പോഴും തൃപ്തരല്ലായിരിക്കാം, നമ്മൾ പലപ്പോഴും തൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ പൗലോസ് പറയാണ്, ഐ എം വെരി സാറ്റിസ്ഫൈഡ്, ഐ എം വെരി താങ്ക്ഫുൾ ബിക്കോസ് ഐ സീ ജീസസ്. ഞാൻ യേശുവിനെയാണ് കാണുന്നത്. മാത്രമല്ല, ആ സഭയുമായി ബന്ധപ്പെട്ടുള്ള പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ് പറയാണ്, he cannot claim himself for the faith that Roman church has been producing. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട്, ഓർ റോമാ സഭ എക്സിബിറ്റ് ചെയ്യുന്ന സോളിഡ് ഫെയ്ത്ത് കണ്ടിട്ട്, ആ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, പൗലോസിന് അത് ഓർത്തത് സന്തോഷം തോന്നുകയാണ്, സ്തോത്രം ചെയ്യാനായിട്ട് ഇടയായി തീരുകയാണ്. അപ്പോൾ ആ റോമാ സഭയുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും അവരുടെ ജീവിത ശൈലിയിൽ വിശ്വാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതൊക്കെ നമുക്ക് ഈ രാത്രികാലം മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, എവറി ക്രിസ്ത്യൻ ഷുഡ് ബി താങ്ക്ഫുൾ. he or she would be thankful for what God is doing among us. ഒരുപക്ഷെ നമ്മുടെ മുന്നിലോ നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിലോ നാമുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും തലങ്ങളിലോ ബി വെരി താങ്ക്ഫുൾ ഫോർ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. മേ ബി നമ്മുടെ ഇനിഷ്യേറ്റീവ് ആയിരിക്കില്ല, നമ്മുടെ ഹാർഡ് വർക്ക് അതിനകത്ത് കാണത്തില്ല, നമ്മുടെ ഇൻപുട്സ് അതിനകത്ത് കാണത്തില്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കാണത്തില്ല, നമ്മളൊന്നും ചെയ്തതായിട്ട് തോന്നത്തില്ല. ബട്ട് somebody else is doing, and we'll be very, very, very thankful for what God is doing in the midst of the church. രണ്ടാമത്തെ കാര്യം, പൗലോസിന്റെ വാക്കുകളിൽ പറയുന്നത്, മലയാളത്തിൽ വായിക്കുമ്പോൾ അത് 10-ാമത്തെ വാക്യമാണ്, ബട്ട് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ that is the 9th verse. Can you just read? For God is my witness. Yeah, for God whom I witness. പിന്നെ വായിച്ചോ. I serve with my spirit in the I serve in my spirit in the preaching of the gospel of his son. 10-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കുക. എപ്പോഴും യാചിക്കുക എന്നുള്ളതിന് എൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. മലയാളം ഇംഗ്ലീഷ് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവിടെ വായിക്കുന്നത് ആത്മാവിൽ ആരാധിക്കുന്ന, സം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വർഷിപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ മിക്കതിലും ഐ serve in my spirit. Praise the Lord. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പൗലോസിന്റെ ലൈഫിൽ നിന്ന് പൗലോസ് നമ്മളോട് പറയുന്നത്, എവറി ക്രിസ്ത്യൻ ഷുഡ് ബി കമ്മിറ്റഡ്. പൗലോസ് വേറെ ഒന്നിനും തൻ്റെ ജീവിതം സമർപ്പിച്ചില്ല, വേറെ ഒന്നിനും തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഹി ഈസ് ടോട്ടലി കമ്മിറ്റഡ് ടു serve. ശുശ്രൂഷിക്കുന്ന ആത്മാവുള്ളവൻ,
പ്രൈസ് അല്ലോ. പലപ്പോഴും നമുക്ക് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ദ സെർവിങ് സ്പിരിറ്റ്. കർത്താവ് ഈ ലോകത്തിൽ വന്നത് ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷ ചെയ്യാനാണ്. അതുതന്നെയാണ് തൻ്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചത്. സോ നമ്മള് ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അവർ കമ്മിറ്റ്മെന്റ് ഈസ് ടു സെർവ് ഹിം ഓർ ടു വിറ്റ്നസ് ഹിം ഓർ സെർവ് ഫോർ ക്രൈസ്റ്റ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി, ഹൂം ഐ വിറ്റ്നസ്, ഐ സെർവ് ഇൻ മൈ സ്പിരിറ്റ് ഇൻ ദ പ്രീച്ചിങ് ഓഫ് ദി ഗോസ്പൽ ഓഫ് സൺ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ വളരെ കമ്മിറ്റഡ് ആണ്, അത് ദൈവത്തിന് സേവ ചെയ്യാനായി, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നമ്മൾ ആയെന്ന് പറഞ്ഞാലും, ദി അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഈസ് ടു സെർവ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരുപക്ഷെ നമ്മൾ ഈ ദുബായിയുടെ പ്രദേശത്ത്, ഈ UAE-യിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവം നമുക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള വഴികൾ തുറന്നിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി വ്യാപൃതരായിരിക്കുന്നു. നമ്മൾ അതാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ആസ് എ ക്രിസ്ത്യൻ, it is not just for it is not the purpose of being Christian is not just maintaining our career. നമ്മുടെ കരിയറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതല്ല. It is not about how we find new jobs in a new situation. It is not only about how we perform ourselves to a company. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ the ultimate commitment is to serve God. The ultimate commitment is to serve towards the witnessing God. Or അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരാധിക്കുന്ന, എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. പ്രിയപ്പെട്ടവരെ, so we are here wherever maybe we are, God has been placed for us for the sake of gospel. സുവിശേഷത്തിന് നിമിത്തമായിട്ട് തന്നെയാണ് നമ്മളെ എല്ലായിടത്തും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. though maybe we may have different circumstances, പക്ഷെങ്കിൽ അൾട്ടിമേറ്റ്ലി സുവിശേഷത്തിനായിട്ടാണ് നമ്മെ ആക്കി വെച്ചത്. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണോ എന്ന് തോന്നുന്നു, പല ഇടങ്ങളിലും സുവിശേഷത്തിന്റെ വ്യാപ്തി ഉണ്ടായത്, ഇറ്റ്സ് നോട്ട് ഓൺലി സം സെലക്ട് ഓർ എലക്ട് പീപ്പിൾ ഹാവ് ബീൻ കമ്മിറ്റഡ് ദെയർ ലൈഫ്. ഇന്ത്യയിലും പലയിടങ്ങളിലും ക്രിസ്ത്യാനികളുടെ പെരുപ്പമുണ്ടായത് അത് കേവലം കുറച്ച് മിഷണറിമാരുടെ പ്രവർത്തനം മാത്രമല്ലായിരുന്നു. ഞാൻ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് പറയുന്നത്, ഈ ഇന്ത്യയിലെ റോമൻ കാത്തോലിസിസം വളർന്നത്, ഞാൻ അതൊക്കെ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. റോമൻ കാത്തോലിസിസം ഇന്ത്യയിൽ വളർന്നത് റോമൻ കാത്തലിക് മിഷണറിമാരോ അല്ലെങ്കിൽ പ്രീസ്റ്റോ അങ്ങനെയുള്ള ആൾക്കാർ വന്നത് മാത്രമല്ല. ഈ കച്ചവടത്തിനായി പോർച്ചുഗീസിൽ നിന്ന് വരുന്നവരെല്ലാവരും ദേ ആർ ഇൻഡപ്റ്റഡ് ടു സ്പ്രെഡ് ദി ഗോസ്പൽ. അവര് കുരുമുളക് കച്ചവടത്തിനും നമ്മുടെ ഇവിടുന്ന് സ്പൈസസ് ഒക്കെ എടുക്കാനും കൊണ്ടുപോകാനൊക്കെയാണ് അവരുടെ മുന്നിൽ അതാണ് കാണുന്ന പ്രധാന ലക്ഷ്യമെങ്കിലും എവ്രി വൺ ആർ ബിൻ കമ്മിറ്റഡ് ടു വിറ്റ്നസ് ഗോഡ്. അവര് പോയിടത്തെല്ലാം എന്ത് ചെയ്തു? അവര് വിശ്വസിക്കുന്നത് എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനും അവർ തയ്യാറായി. സോ ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. ഇപ്പൊ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, നമ്മൾക്ക് മക്കള്, നമ്മുടെ ഫാമിലി, നമ്മുടെ ജോലി, നമ്മൾ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, റുട്ടീനലി നമ്മൾ ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ ഫൈൻ. പക്ഷെ കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നതും ഒരു കാര്യം, ടു സെർവ് ഹിം, അവനെ ശുശ്രൂഷിക്കുക. മേ ബി ഒരു പ്രസംഗിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കുക എന്ന് മാത്രമല്ല, ഒരു സുവിശേഷം പറയുക എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ സെർവിങ് ഗോഡ്. ബട്ട് അൾട്ടിമേറ്റ്ലി വി ആർ സെർവിങ് ചർച്ച്, സെർവിങ് ക്രൈസ്റ്റ്. ആ സുവിശേഷത്തിനായിട്ട് നമ്മൾ ശുശ്രൂഷിക്കുകയാണ്. സോ വെൻ ദർ ഈസ് എ കോർപ്പറേറ്റ് element of serving or witnessing, that is the real picture of a Christian. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ സേവകന്മാരാണ്. സോ പൗലോസ് പറയണ, ഐ ആം കമ്മിറ്റഡ്, എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഐ ആം കമ്മിറ്റഡ് ടു സെർവ്. മൂന്നാമത്തെ why or what every Christian should be. Secondly, we said every Christian should be committed. First we said every Christian should be thankful. Third one, every Christian should be prayerful. Praise the Lord. അവിടെ വായിക്കുന്നത്, യെസ്, 9ാമത്തെ വാക്യം മലയാളത്തില്, ഇംഗ്ലീഷില്,
maybe 10. Yeah. വായിച്ചേ. Always in always my prayers making request. മലയാളത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴും എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ. In English we read, always in my prayers making request. സോ പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ പൗലോസ് എക്സിബിറ്റ് ചെയ്യാണ്, I want to pray. സോ പോൾസ് പ്രൈമറി മിനിസ്ട്രി നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ പ്രീച്ചിങ്, ഗോസ്പലൈസേഷൻ, ഇവാഞ്ചലൈസേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഹിസ് പ്രേയർ ഫോർ അതേഴ്സ് ഈസ് ഓൾസോ an important ministry that he is doing. ഇപ്പൊ പൗലോസ് കേവലം ഒരു മിഷണറി ആയിട്ട്, സുവിശേഷം പറയുന്നവനായിട്ട് വീട് വീടാന്തോറും അല്ലെങ്കിൽ സഭകൾ തോറും തെരുവുകൾ തോറും സുവിശേഷം പറയാൻ മാത്രമല്ല, ഹി വാസ് ഓൾസോ കമ്മിറ്റഡ് ടു പ്രേ. മാത്രമല്ല, ആ പ്രാർത്ഥനയിലെ ഒരു ലക്ഷ്യമാണ്, നമുക്കൊക്കെ ഒത്തിരി പ്രാക്ടിക്കലാക്കാനും കഴിയുന്നതാണ്. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, അവിടെ വായിക്കുന്ന ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന. സോ ദി പ്രെയർ കണ്ടന്റ് ഈസ് നോട്ട് ഫോർ ഹിം. കർത്താവേ, എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ എന്നല്ല. ഹി ഈസ് ദെയർ ടു പ്രേ ഫോർ അതേഴ്സ്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് താൻ കമ്മിറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റൊരാൾക്കാണ് പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന ആവശ്യമെന്ന് താൻ മനസ്സിലാക്കും. സോ പ്രേയിങ് ഈസ് എ മിനിസ്ട്രി. പ്രേയിങ് ഈസ് എ മിനിസ്ട്രി. അത് പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയിലെ സിംഹഭാവവും, ദ മെജോറിറ്റി ഓഫ് ദി ടൈം ആൻഡ് ദി സ്പേസ് ഓഫ് പ്രെയർ ഈസ് ഫോർ അവർ ഓൺ പർപ്പസസ് ഓർ അവർ ഓൺ നീഡ്സ്. സെൽഫിഷ് പ്രെയർ. എന്നാൽ പൗലോസ്, he was not that selfish. He was been praying for others, for the sake of others. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാമത്, ഗലേഷ്യൻസ് ചാപ്റ്റർ 6 verse 2, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. സോ പ്രയർ ഈസ് നോട്ട് ഫോർ അവേഴ്സ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഒരു വിടുതൽ ഉണ്ടാകുന്നത് തന്നെ ഇറ്റ്സ് എ സിംബൽ ആൻഡ് സൈൻ ദാറ്റ് ഗോഡ് ഈസ് ഓൾസോ ദെയർ ഫോർ ആൻസറിങ് യുവർ പ്രേയേഴ്സ്, അല്ലെ, നമ്മുടെ നീഡ്സ്, യുവർ നീഡ്സ് ഓൾസോ. നമ്മുടെ ആവശ്യങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഹൗ ഓഫൺ വി ആർ ഏബിൾ ടു പ്രേ ഫോർ അതേഴ്സ്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറന്നു പോകരുത്, പലപ്പോഴും ദൈവം നമ്മുടെ സ്ഥിതികൾക്കും മാറ്റം വരുത്തും, നമ്മുടെ സ്ഥിതികൾക്കും ദൈവം ഭേദം വരുത്തും, നമ്മളെയും ദൈവം, നമ്മുടെ വിഷയങ്ങൾക്കും ദൈവം പരിഹാരം തരും. സോ ട്രൈ ടു നമ്മുടെ പ്രാർത്ഥനയിലെ സെൽഫിഷ് പ്രാർത്ഥനകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ പലപ്പോഴും ബലഹീനരാണ്. നമ്മുടെ വിഷയം വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും, ഉപവസിക്കും, നമ്മൾ ഒത്തിരി ജാഗരിക്കും. ബട്ട് ട്രൈ ടു കൾട്ടിവേറ്റ് എ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടു പ്രേ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. പൗലോസ് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് ഹി ഈസ് പ്രേയിങ്. അപ്പോൾ മൂന്നാമത്തെ ട്രേറ്റ്സ് of how a Christian should be, or what a Christian should be, that is, every Christian should be prayerful. നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ കാര്യം പറയുന്നത് എവറി ക്രിസ്ത്യൻ ഷുഡ് ബി സറണ്ടേർഡ്. അത് അവിടെ വായിക്കുന്നത് നമ്മുടെ 9-ാമത്തെ വാക്യം തന്നെ, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ. ആ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ ഇംഗ്ലീഷില്. always in my prayers, asking that somehow by God's will that I By may God's will. Praise the Lord. മലയാളത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴുമെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടത്. സോ Paul is totally surrendered for what God wills. So Paul's desire is to go Rome. റോമിൽ പോകുക എന്നുള്ളതാണ്. But Paul is willing to surrender to God's will. ദൈവം തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ I would be there with you. പോളിന്റെ ആഗ്രഹമുണ്ട് റോമിൽ ഒന്ന് പോകണമെന്ന്. കാരണം അവിടുത്തെ അവരുടെ ആൾക്കാരുടെ വിശ്വാസമൊക്കെ വലിയ പ്രസിദ്ധമായതുകൊണ്ടൊക്കെ അവരെ പോയി കാണണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ട്. ബട്ട് ഹി ഈസ് സറണ്ടറിങ് ടോട്ടലി ദാറ്റ് ടു ദി
ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതം. പ്രിയപ്പെട്ടവരെ, ഇൻ അവർ ലൈഫ് വി മേ ഹാവ് ടൈംസ് വെൻ വി ടേക്ക് ഡിസിഷൻസ്. നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയമുണ്ട്. എന്നെ കേൾക്കുന്ന ചില കുഞ്ഞുങ്ങൾ, in your different stages of your life you may have to take decisions. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. But how often we think that is it totally under the will of God? ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ ഞാൻ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പൗലോസിന്റെ ആഗ്രഹം, ഐ വാണ്ട് ടു ബി സറണ്ടേർഡ് ഓഫ് വാട്ട് ഗോഡ് ഈസ് ഡിസൈറിംഗ് ഫോർ മീ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. പിതാവായ ദൈവത്തിന്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സോ ദർ ഈസ് നത്തിങ് എൽസ് ദാറ്റ് ഐ ക്യാൻ ക്ലെയിം ഫോർ. അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം നമ്മൾ അതിനോട് ചേർന്ന് വായിക്കാം. നമുക്ക് പറ്റുന്നത് 4:34 വായിക്കുന്നത് എങ്ങനെയാണ്? എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കണമെന്നാണ് എൻ്റെ ആഹാരം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കണം. ഐ ഹാവ് ടു ഫുൾഫിൽ വാട്ട് ഗോഡ് ഈസ് ഡിസൈറിങ് ഫോർ മീ. അതാണ് മൈ ഫുഡ്. എൻ്റെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കുക. സോ വാട്ട് ഗോഡ് ഹാസ് ഡെസ്റ്റൈൻഡ് ഫോർ മീ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിവൃത്തിയാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എത്രമാത്രം ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ട്, എത്രമാത്രം ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. We may have our own plans, we may have our own desire. How often we find whether my plans and hopes and dreams are singing with Jesus, God's plan and purpose. So Paul's desire was totally in connection with the will of God. It was within the will of God. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്. So he was a surrendered Christian. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ചോയ്സ് ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടേതായ ഒരു വഴിയില്ല. എവറിത്തിങ് ഈസ് ദ വേ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വഴിയാണ് നമ്മുടെ വഴി. ദൈവം എന്താണോ നിശ്ചയിക്കുന്നത്, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, അതിലേ നമുക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. സോ ഇറ്റ് ഇസ് എ കേഡർ സിസ്റ്റം. നമ്മൾ എൻ്റെ വഴിക്ക് പറ്റത്തില്ല. ബോസ് എന്താ പറയുന്നത്, ആ വഴി കൂടെ നമുക്ക് നീങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. സോ പോൾസ് ലൈഫ് ഈസ് എ ടോട്ടലി എ സറണ്ടേർഡ് ലൈഫ്. അപ്പോൾ ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ജീവിതം എപ്പോഴും എന്തായിരിക്കണം? ഹി ഷുഡ് ബി ടോട്ടലി സറണ്ടേർഡ് ടു ദി വിൽ ഓഫ് ഗോഡ്. അടുത്തൊരു കാര്യം കുറച്ചൊരു വിശാലമായി പറയേണ്ടത്, ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫിഫ്ത്ത് ട്രേറ്റ്സ് ഓഫ് വാട്ട് എ ക്രിസ്ത്യൻ ഷുഡ് ബി. Every Christian should be usable. അത് 11-ാം വാക്യം മലയാളത്തിൽ വായിക്കും. English also 11th verse. For as long as I see you, that I may impart to you some spiritual gift. Impart some spiritual gift to you. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ പൗലോസ് പറയുന്നത് ഗോഡ് വാണ്ടഡ്, പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ നിർണയവും അല്ലെങ്കിൽ പൗലോസ് നമ്മളോട് പറയുന്ന സന്ദേശവും അതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു യൂസബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദോസ് ഹു ആർ നോട്ട് യൂസബിൾ, ദൈവത്തിന് അവരെ ആവശ്യമില്ല. ഗോഡ് വാണ്ടഡ് ടു ബി യൂസബിൾ ഫോർ ഗോഡ്സ് വർക്ക്. അവിടെ നാം വായിക്കുന്നത് നിങ്ങൾക്ക് ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത്. സോ പൗലോസ് പറയാണ്, ഞാൻ റോമിലേക്ക് വരുന്നത് ഐ ഷുഡ് ബി യൂസബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് ഇവിടെ പറയുന്ന ആത്മീയ വരം എന്ന് പറയുന്നത് വി ഹാവ് ടു വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ആത്മീയ വരം എന്ന് പറയുന്നത് പൗലോസ് ആത്മാവിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് 9 ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫലമല്ല, ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച്.
പക്ഷെങ്കിൽ ആത്മാവിന്റെ വരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പൗലോസിന് അത് തരാനായിട്ട് കഴിയത്തില്ല. രണ്ട്, ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് രക്ഷയുടെ സമ്മാനമാണ്. രക്ഷിക്കപ്പെടുന്നതും ദൈവം നമ്മളോട് സംസാരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ആ ഗിഫ്റ്റും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന ഗിഫ്റ്റ്, ആത്മീയ വരം എന്ന് പറയുന്നത്, he is ready to be fit within the Roman church according to the plans of God. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനെയാണ് ഐ എം റെഡിയാണ്. സോ ആത്മാവിന്റെ വരങ്ങൾ കൊടുക്കാനായിട്ടല്ല പൗലോസ് അവിടേക്ക് വരുന്നത്, അത് ആത്മാവാണ് കൊടുക്കേണ്ടത്. പിന്നെ രക്ഷയുടെ വരമല്ല അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ഒരുവന് യേശു കർത്താവ് ദൈവമായവൻ കൊടുക്കുന്നവനാണ് ആ രക്ഷയുടെ അനുഭവം. ഇവിടെ പൗലോസ് പറയും, നിങ്ങൾക്ക് ആത്മീയ വരം നൽകാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടപ്പുറമായിട്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ റോമിലുള്ള സഭയിൽ എന്തിനും ഏതിനും ഐ ആം റെഡി അക്കോർഡിംഗ് ടു ദ പ്ലാൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഐ ആം റെഡി ഫോർ എനിത്തിങ്. I am making myself usable for God. ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിന്റെ പ്രവർത്തിക്കായി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ട് എന്തായി തീരാനായിട്ടും I am ready to be very fit to the needs of God's plan. ചിലർക്ക് ചിലപ്പം കസാര നിരത്താനായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ആരും കാണാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും. ചിലർക്ക് നമുക്ക് ഉള്ള മുഖ്യാസനം അല്ലെങ്കിൽ പ്രസംഗിക്കണം അങ്ങനെയുള്ളതിനെക്കാട്ടിലുപരി ആരും കാണാതെ എന്താണോ സഭയ്ക്ക് ആവശ്യം, എന്താണോ ദൈവത്തിന് ആവശ്യം, എന്നെക്കുറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് വി ആർ ട്രൈങ് ടു ബി യൂസബിൾ ഫോർ ഗോഡ്. ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കാം. സംടൈം നമ്മൾ ചില ആൾക്കാർ എന്നെ വേണ്ട രീതിയിൽ ആരും ഗൗനിച്ചില്ല, പരിഗണിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ എഫേർട്സ് ആരും ഓർത്തില്ല. ബട്ട് പൗലോസ് പറയുന്നത് എങ്ങനെയും ഐ ആം ട്രൈങ് ടു ബി യൂസബിൾ ഫോർ യു. നിങ്ങൾക്കൊരു ആത്മീയ വരം തരേണ്ടതിനായി ഞാൻ എന്നെ തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു മേക്ക് മൈസെൽഫ് യൂസബിൾ. അപ്പോൾ സഭയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ളതും ഇങ്ങനെ ഏതിനും ഫിറ്റ് ആകുന്ന ആൾക്കാരെയാണ് സഭയ്ക്ക് ആവശ്യം. ദൈവത്തിന് അവരെയാണ് ഉപയോഗിക്കാനും പറ്റുന്നത്. സെൽഫിഷ് ആയിട്ടുള്ള സെൽഫ് അജണ്ടാസ് നിവർത്തിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവസഭകളിലാണേലും എവിടെയാണേലും സ്വയം എൻ്റെ അജണ്ട സ്ഥാപിക്കാനായിട്ടുള്ളവരെ ദൈവത്തിന് താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ എന്തെങ്കിലും അജണ്ട അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാളെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടിയത് ഹു ഈസ് ഫിറ്റ് ഫോർ എനി പർപ്പസ് ദാറ്റ് ഗോഡ് ഡിസയർ. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ ആലോചനയ്ക്ക്, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഫ്ലെക്സിബിളായ, യൂസബിൾ ആയിട്ടുള്ള ആളിനെയാണ് ദൈവത്തിന് വേണ്ടത്. സോ ദാറ്റ് ഈസ് സംതിങ് മേക്ക് പോൾ ഡിഫറെന്റ്. പോളിന് അവിടെ വന്നിട്ട് പോളിന്റെ കയ്യിൽ ഞാൻ ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ഒരു ദൈവദാസനാണ്, ഞാൻ ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആളാണ്, ഞാൻ റോമിൽ ചെന്ന് ഇതുവരെ റോമക്കാര് ആരൊക്കെയോ പഠിപ്പിച്ചു വെച്ച സാധനമാണ്, അതൊന്നും അല്ല, അതെല്ലാം മാറ്റിയിട്ട് എൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തരാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പൗലോസ് അതിനുവേണ്ടി അല്ല വരുന്നത്. പൗലോസ് I just want to be fit with what is God is planning for me, or what is God is planning for the Roman church. ദൈവസഭയ്ക്ക് വേണ്ടി, അല്ലെ റോമിലുള്ള സഭയ്ക്ക് വേണ്ടി എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഫിറ്റ് ആക്കിയാണ്. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്ഥിരീകരണത്തിന് ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. എനിത്തിങ് എൽസ്. ആ വല്ലതും എന്നുള്ളതാണ് ദ സിഗ്നിഫിക്കന്റ് വേർഡ്. ഇന്നതെന്നല്ല, എനിത്തിങ് എൽസ്, വല്ലതും, എനിത്തിങ് എൽസ്, അത് ദൈവം എന്നെ ഒരുക്കുകയാണെങ്കിൽ ഐ ആം റെഡി ടു യൂസ് ദാറ്റ് ഫോർ ദാറ്റ് പർപ്പസ്. അല്ലെങ്കിൽ പൗലോസ് പറയണേ, എനിക്ക് ചില ആത്മീയ ഞാൻ ഓൾറെഡി ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വരുന്നത്. അതല്ല, ഹി ഈസ് റെഡി ടു യൂസ് ഹിംസെൽഫ് വാട്ട് ഗോഡ്
desires. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് തന്നെ ചെയ്യാനാണ് താൻ. So he is making himself usable for God. So every Christian should be usable, not for making our own agendas. നമ്മുടെ തന്നെ അജണ്ടകൾ നിവർത്തിക്കാനായിട്ടല്ല ക്രിസ്ത്യൻസിനെ ദൈവം ഉപയോഗിക്കുന്നത്. ദൈവമക്കളെ ഉപയോഗിക്കുന്നത് അവന്റെ പ്ലാനുകൾ എക്സിക്യൂട്ട്. സോ മേക്ക് അവർ സെൽഫ് യൂസബിൾ ഫോർ ഗോഡ്. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് traits or character of a Christian should be. Sixth one, ആറാമത്തെ കാര്യം, every Christian should be humble. 12ാമത്തെ വാക്യമാണ്, 12th words. Can you read? That is, that we may be mutually I may be. encouraged. I may be. It's like that I may be encouraged together with you. ശരിയല്ലേ ജോഷുവ? ശരിയല്ലേ മോനെ? Here in this translation, it's we may be. We may be, yeah. ഒരു ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും പറഞ്ഞത്. Which translation that is? ESV, English Standard Version. English Standard Version. Okay, that's fine. Okay. That is that I may be or we may be encouraged together with you. Okay. Yeah, it's fine. We or I. പൗലോസ് പറയുന്നത്, മലയാളത്തിൽ വായിക്കുന്നത്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൽ നിങ്ങളോടുകൂടെ എനിക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന്. ആരാ പറയുന്നത് നോക്കിക്കേ? പൗലോസാ പറയുന്നത് എനിക്ക് ആശ്വാസം കിട്ടണമെന്ന്. വളരെ അതിശയിപ്പിച്ചൊരു വാക്കാണത്. പൗലോസ് പറയാണ്, ഞാനും ബലഹീനനാണ്. ഐ ഓൾസോ നീഡ് സംതിങ്. എനിക്കും കുറച്ച് അനുഗ്രഹം വേണം. അപ്പോൾ റോമാക്കാർക്ക് എൻ്റെ കയ്യിൽ തികഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങോട്ട് വരിക എന്നല്ല പൗലോസിന്റെ ഭാഷ്യം. ഞാനും ഒന്ന് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നോട്ട് ഓൺലി പോൾസ് ഡിസയർ ടു ബി എ ബ്ലെസ്സിങ് ടു ദി റോമൻസ്. ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാൻ പോവുക എന്നുള്ളതല്ല പൗലോസിന്റെ ആഗ്രഹം. ബട്ട് ദേ വിൽ ബി ബ്ലെസ്സിങ് ടു ഹിം ആസ് വെൽ. റോമാക്കാർ പൗലോസിന് ഒരു അനുഗ്രഹമായി തീരണം. അപ്പോൾ അതൊരു ഹംബിൾനെസ് ആണ് കാണിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ പരമകോടി നിൽക്കുന്ന ആളാണ് പൗലോസ്. അല്ലെങ്കിൽ ആത്മീയതയുടെ ഉന്നത ഭാവം അല്ലെങ്കിൽ ഉന്നതമായ തലത്തിൽ ഒരു മെച്വർ ഒരു ക്രിസ്ത്യൻ മിഷണറി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ അതേ നിയോഗങ്ങളുള്ള അഭിഷേകമുള്ള പ്രത്യേകമായ നിയോഗത്താൽ നടക്കുന്ന പൗലോസ് പറയാണ്, എനിക്കും എന്തെങ്കിലും എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ് എത്തണം. പലപ്പോഴും നമ്മളിൽ പലർക്കും സംതിങ് ദാറ്റ് ദേ ഹാവ് അച്ചീവ്ഡ് എവരിത്തിങ്, എല്ലാം അങ്ങ് കിട്ടി, ഇനി എന്നെ ആർക്കും ഒന്നും ഇങ്ങോട്ട് ഒന്നും പഠിപ്പിക്കേണ്ട, ഐ ഹാവ് എവരിത്തിങ്, ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം നിങ്ങൾ പഠിക്കണം, എന്നെ ആരും പഠിപ്പിക്കേണ്ട, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, സോ എനിക്ക് ഇങ്ങോട്ടൊരു അനുഗ്രഹം വേണ്ട, ഇങ്ങോട്ടൊന്നും ആരുടെ ഒന്നും കേൾക്കണ്ട, എനിക്ക് അങ്ങോട്ട് തരാൻ ഒത്തിരി ഉണ്ട്, ഞാൻ അങ്ങോട്ട് തരാൻ പോവാം. സം പീപ്പിൾ ലിവ് ഇൻ എ സ്പിരിച്വൽ ഐലൻഡ്. ഇങ്ങനെയുള്ള ചില ദ്വീപുകളിൽ, ആത്മീയ ദ്വീപുകളിൽ ചിലര് താമസിക്കും ഒറ്റയ്ക്ക്. ആർക്കൊട്ട് അവർക്ക് അവരിൽ നിന്നൊരു അനുഗ്രഹം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എല്ലാവർക്കും എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ അവരാഗ്രഹിക്കും, പക്ഷെ അവരിലേക്ക് ഒരു കാര്യം വരാനായിട്ട് അവർ മനസ്സ് വെക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം, ഒരു സ്പിരിച്വൽ ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാർ. കാരണം ദേ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫോർ ദെംസെൽഫ് ടു റിസീവ് ഫ്രം അതേഴ്സ്. ഞാനൊരു ശുശ്രൂഷകനായിട്ട്, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ, ഐ ഹോപ്പ് ദാറ്റ് ഐ മേ ബി ബ്ലെസ്ഡ് ബൈ യു. നിങ്ങളിൽ നിന്ന് ചിലത് ആത്മീയ വരങ്ങൾ, ആത്മീയ ദാനങ്ങൾ എനിക്കല്ല, ആത്മീയ അനുഭവങ്ങൾ എന്നിലേക്ക് പകരപ്പെടാനായിട്ട് ഞാൻ വാഞ്ചിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനും നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എന്നിൽ നിന്നും നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ. സോ ഇറ്റ്സ് എൻ ഹംബിൾനെസ് ഓഫ് പോൾ ഷോയിങ് ദാറ്റ്. അത് പൗലോസ് പലയിടത്ത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം, തികഞ്ഞവൻ എന്നോ ഞാൻ വിചാരിക്കുന്നില്ല, നേടിയെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനം 3:12. തികഞ്ഞെന്നോ നേടിയെന്നോ ഞാൻ വിചാരിക്കും. വീണ്ടും എന്താണ്? ഐ ആം ജസ്റ്റ് പ്രസ്സിംഗ് ടുവേർഡ്സ് ദി ഗോൾ. ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഐ ആം ജസ്റ്റ് പ്രസ്സിംഗ് ടുവേർഡ്സ് ദി ഗോൾ. നേടിയെന്നോ തികഞ്ഞെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന്റെ ഒരു വലിയ ഒരു കാഴ്ചപ്പാടാണ് ബീങ് ഹംബിൾ.
ഫോർ ഗോഡ്സ് ഗ്രേസ്, ഫോർ ഗോഡ്സ് പർപ്പസ്. ഒരിക്കൽ വില്യം കെറി ഇന്ത്യയിലേക്ക് വരാനായിട്ട്, മിഷണറി ആയിട്ട് വരാൻ വേണ്ടി താനെല്ലാം ഇങ്ങനെ ഒരുങ്ങി റെഡിയായി കപ്പൽ കയറാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത്, അന്നൊക്കെ ഇന്ത്യയിലേക്ക് ഒന്ന് വരാന്ന് പറഞ്ഞാൽ, ഒരു പാശ്ചാത്യ ഇംഗ്ലണ്ടിൽ നിന്നുള്ള രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് ഇംഗ്ലണ്ടുകാരെ സംബന്ധിച്ച്. ഇപ്പൊ വില്യം കെറി ഇന്ത്യയിലേക്ക് പോകാനൊക്കെ ശ്രമിച്ച് ഇങ്ങനെ പോകാൻ റെഡിയായി കപ്പലിലേക്ക് കയറാൻ തന്റെ കൂട്ടുകാർ ചോദിച്ചു, നീ എന്തിനാ, അല്ലെങ്കിൽ നീ ഇതാണോ നിന്നെക്കുറിച്ച് ദാറ്റ് യു വിഷ് ടു ഗോ ടു ഇന്ത്യ? അപ്പോൾ വില്യം കെറിയുടെ വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഐ വിൽ ഗോ ഡൗൺ ഇൻ ടു ദ പിറ്റ് ഇറ്റ് സെൽഫ് ഇഫ് യു വിൽ ഹോൾഡ് ദ റോപ്പ്. ഞാൻ വലിയൊരു കുഴിയിലേക്ക് വേണമെങ്കിൽ ഞാൻ ഇറങ്ങാം, ആ കുഴിയുടെ അറ്റത്ത് നിങ്ങൾ ഒരു കയർ എനിക്ക് ഇട്ട് തന്നാൽ, ആ കുഴിയിലേക്ക് ഒരു കയറ് ഇട്ട് തന്നാൽ അതിൻ്റെ അറ്റത്ത് നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഗോ ടു ദാറ്റ് പിറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന്റെ വാക്കുകളും അത് തന്നെയാണ്. ഐ ആം ബീങ് ഹംബിൾ ടു റിസീവ് സംതിങ് ഫ്രം യു. സോ എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഹംബിൾ. പെട്ടെന്ന് പോകാം. ഏഴാമത്തെ ക്യാരക്ടർ, എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഫ്രൂട്ട്ഫുൾ. എല്ലാ വിശ്വാസികളും ഫലം നൽകുന്നവരായിരിക്കണം. അല്ലെങ്കിൽ അതാണ് 13ാമത്തെ വാക്യം വായിക്കുക. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത്. സോ he want to produce some fruits. ഇവിടെ ഒരു കാര്യം ചെയ്തത്, ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. ദാറ്റ്സ് ടോട്ടലി അബൌട്ട് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡിനെയാണ് ആ ഫലം ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ആത്മാവിന്റെ പ്രവർത്തികളുണ്ട്, ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മൾ പ്രെയർ, അതുപോലെ തന്നെ പല മിനിസ്ട്രീസ്. ദിസ് ആർ ഓൾ ആത്മാവിന്റെ പ്രവർത്തികളായി, ഫലങ്ങളായിട്ട് നമ്മൾ അതിനെ കാണും ഇൻ റിലേഷൻ ടു ദി ആക്ടിവിറ്റി ഓഫ് ദ ഫ്രൂട്ട്സ്. ആത്മാവിന്റെ ഫലങ്ങൾ ഇൻ റിലേഷൻ ടു അവർ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇൻ റിലേഷൻ ടു ദി ആക്ടിവിറ്റി ദാറ്റ് വി ആർ ഡൂയിങ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന വല്ല ഫലവും ഉണ്ടാകേണ്ടത്, ഇറ്റ്സ് എൻ അഡീഷൻ. വിന്നിങ് സോൾസ്, ആത്മാക്കളെ നേടുന്നതിനെയാണ് താൻ ഇവിടെ ഫലമെന്ന് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളിൽ നിന്ന് ഇനിയും ആത്മാവിനെ നേടാനായി, നിങ്ങളുടെ ജാതീയമായ പശ്ചാത്തലത്തിന് ഇനിയും എനിക്ക് കുറച്ച് ഫലങ്ങൾ ഉണ്ടാകാനായി. സോ എവറി ക്രിസ്ത്യൻ ഇസ് ഡിസയറിങ് എ മിഷൻ or desiring a fruitfulness in his life. That means to give some addition to the God's kingdom. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കുറച്ചു പേരെ കൂടെ കുറെ ഫലങ്ങളുടെ അതിലൂടെ ചേർക്കാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ്. സോ പൗലോസിന്റെ ആഗ്രഹം ഷുഡ് ബി വെരി മിഷൻ മൈൻഡഡ്, വിന്നിങ് സോൾ, ആത്മാക്കളെ നേടണം എന്നുള്ള ഭാരം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ ദേശത്തായിരിക്കുമ്പോഴൊക്കെയും നമുക്ക് പരിമിതികളുണ്ടെങ്കിലും, ആർ വി റിയലി ഡിസയറിങ് ടു വിൻ എ സോൾ? ഒരു ആത്മാവിനെ നേടാനായി, ഒരാത്മാവിനെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായി. അതുതന്നെയാണ് പൗലോസ് പറയുന്നത്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു. സോ എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഫ്രൂട്ട്ഫുൾ ഇൻ being a Christian or being in the life of church. എട്ടാമത്തേത്, സെക്കൻഡ് ലാസ്റ്റ് വൺ, നമ്മുടെ സമയം തീരാറായി. എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഒബ്ലിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കടക്കാരാണ്, അല്ലെങ്കിൽ ദേ ആർ ഒബ്ലിഗേറ്റഡ് ടു ഡു സംതിങ്. അവിടെ നാം വായിക്കുന്നത് 14ാമത്തെ വാക്യം, ഐ ആം അണ്ടർ ഒബ്ലിഗേഷൻ ബോത്ത് ടു ഗ്രീക്സ് ആൻഡ് ദി ബാർബറിയൻസ്. യവനന്മാർക്കും ബറവന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരാകും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ നിമിത്തമായി പൗലോസ് പറയുകയാണ്, ഞാനൊരു കടക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീട് വെക്കാനോ വണ്ടി മേടിക്കാനോ ലോൺ മേടിച്ചതിന്റെ കടമല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് സുവിശേഷം ഇനിയും പലയിടത്ത് എത്താതിരിക്കുന്നതെല്ലാം ഈസ് കൈൻഡ് ഓഫ് എ ഡെപ്റ്റ് ഫോർ മീ. എൻ്റെ ജീവിതത്തിലുള്ള കടമാണ്. എനിക്ക് എങ്ങനെയും പോയി ആ കടം വീട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയും ആ സുവിശേഷത്തിന്റെ ഘോഷണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണം. തനിക്ക് മറ്റൊരു കടത്തെക്കുറിച്ച് തനിക്ക് പറയാനില്ല. എനിക്ക് ആകെയുള്ള കടം
ഈ സുവിശേഷം ജാതികൾക്കും യവനന്മാർക്കും ബറവന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും എല്ലാം കൊടുക്കാനായിട്ട് സ്റ്റിൽ പെൻഡിങ്, കൊടുത്തു തീർക്കാനുണ്ട്. ഐ ആം എ ഡെപ്റ്റർ, ഡീപ് ഡെപ്റ്റ് ഫോർ ദോസ് ടു ഹിയർ ദി ഗോസ്പൽ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാനായി, പ്രൈസ് ദി ലോർഡ്, അനേകരുടെ മുന്നിലേക്ക് സുവിശേഷം എത്തിക്കാനായി ഐ ആം സ്റ്റിൽ, ഞാനൊരു കടക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നശിച്ചു പോകുന്നവരുടെ മുന്നിൽ, ലോകത്തിൽ നശിച്ചു പോകുന്നവർ, ദൈവവചനം കേൾക്കാതെ ഓരോ മിനിറ്റുകളിലും നശിച്ചുകൊണ്ട് പോകുന്നവരുടെ മുന്നിൽ നമ്മൾ അവരുടെ മുമ്പിൽ കടക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. കടക്കാരനാകാന്ന് പറഞ്ഞാൽ ഗോഡ് ഹാവ് ഗിവൺ ദി റിസോഴ്സസ് വിത്ത് അസ്. നമുക്കതിനുള്ള കടം എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു യൂട്ടിലൈസിങ് ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ കോവിഡ് മഹാമാരി ഫേസ് ചെയ്തവരാണ്. കോവിഡിന്റെ സമയത്ത് വലിയൊരു ആശങ്കയായിരുന്നു ഇതിനെ അതിജീവിക്കാനുള്ള ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ. സോ ലോകരാജ്യം മൊത്തം വളരെ ദീർഘതയിൽ ഇങ്ങനെ വാക്സിൻ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. ആരൊക്കെയോ പെട്ടെന്ന് UK നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ആശ്വാസമായി, ഒരു മരുന്ന് കിട്ടിയല്ലോ, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വാക്സിൻ കിട്ടിയെന്ന് എല്ലാവർക്കും ആശ്വാസം. അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് അതിന്റെ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിൻ എന്താണെന്നുള്ളത് അറിഞ്ഞെന്ന് വിചാരിച്ചോ. ഇതാണ് അതിന്റെ വാക്സിൻ, ഇതിന്റെ ഫോർമുല ഇങ്ങനെയാണ് സാധനം എന്നറിഞ്ഞിട്ട് ഇത്ര ലോകം മുഴുവൻ ആൾക്കാരെല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ അത് ഞാൻ ആരോടും പറയത്തില്ല എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ പ്രൈസ് ദി ലോർഡ്, അതിന്റെ മരുമരുന്ന് എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്റ്റിൽ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗീവ് ദാറ്റ് or reveal that solution, praise the Lord. അത് എന്ത് മരുന്ന് കൊടുത്താൽ ഇതിന് ഭേദം വരുത്താമെന്ന് പല രോഗങ്ങൾക്കും ഇന്നും ആൾക്കാർ അന്വേഷണത്തിലാണ്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ലോകത്തിലെ സകല മാധ്യമങ്ങളെയും വിളിച്ച് സകലരെ അനൗൺസ് ചെയ്യും, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്, ഞാൻ അതിനു വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിച്ചു, വേണമെങ്കിൽ പോയി പരീക്ഷിച്ച് നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വി വിൽ ഡിക്ലെയർ ഇറ്റ്. എന്നാൽ നിത്യ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഹല്ലേലൂയ അനുഭവം, ആ മരുന്ന്, അതിന്റെ വഴി എന്താണെന്ന് ദൈവം നമുക്ക് നൽകി തന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അത് നമ്മൾ പ്രൈസ് ഹൗ ഫാർ വി ആർ ഹൈഡിങ് ദാറ്റ്. വി ആർ ഡെപ്റ്റ് ടു ദി ലൂസിങ് സോൾസ്, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ മുമ്പിൽ നമ്മൾ കടക്കാരായിരിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർ എയിം as a Christian, we are being obligated for our God's mission. ദൈവത്തിന്റെ വേലയ്ക്കായി, സുവിശേഷ വേലയ്ക്കായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. ഫൈനലി, ലാസ്റ്റ് തിങ്, ലെറ്റ് മീ ജസ്റ്റ് സേ ആൻഡ് കൺക്ലൂഡ്, എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഈഗർ. ഫൈനലി അവിടെ 15ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അങ്ങനെ റോമിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ എനിക്ക് ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഐ ആം റെഡി. So for my part, I am eager to preach the gospel to you. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ വചനം കേൾക്കാനും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കാനും how often we are excited. സുവിശേഷം പറയാൻ പോട്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കാനായി, പ്രൈസ് ദി ലോർഡ്, ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ പോകുമ്പോൾ how often we are excited to റീച്ച് ദാറ്റ് ടൈം. ആ സമയത്തിന് വേണ്ടി, എനിക്ക് ആ സമയമാകുമ്പോൾ എനിക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കണം എന്ന് എത്ര പേർക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു വാഞ്ച ഉണ്ടാകും? പ്രൈസ് ദി ലോർഡ്. മേ ബി സം ടൈം നമ്മൾ ഏതെങ്കിലും ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ, വളരെ പ്രഷ്യസ് ആയിട്ട് ഒരാൾ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരും, നമ്മളെ കാണാൻ വരും, നമ്മളെ വിസിറ്റ് ചെയ്യുന്നു. ഹൗ എക്സൈറ്റഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു വിസിറ്റ് ദാറ്റ് പേഴ്സൺ, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ TV-യിൽ വി വിൽ ലുക്കിംഗ് ദ ടൈം ആയോ തുടങ്ങാൻ ടൈം ആയോ. ബട്ട് ഹൗ ഫാർ വി ആർ ഈഗർ ടു ഷെയർ ഈ ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ഈഗർ ഫോർ ദി ക്രൈസ്റ്റ് ടൈമിങ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള സമയത്തിനായി നമ്മൾ എത്രമാത്രം വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ സ്റ്റഡി നടക്കുന്നു, നമുക്ക് പല ചർച്ച് മീറ്റിംഗ്സ് ഉണ്ട്. ഹൗ ഓഫൺ വി ആർ ഈഗർ ടു rush into that meetings.
ഈഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അർജൻസി. പൗലോസ് പറയാണ്, എനിക്ക് എത്രയും വേഗം നിങ്ങളോട് സുവിശേഷം പറയണം, എത്രയും വേഗം നിങ്ങളോട് വചനം പറയണം, എത്രയും വേഗം നിങ്ങളോട് സംസാരിക്കണം. ഐ ആം ജസ്റ്റ് എക്സൈറ്റഡ് ടു ഓർ വെയിറ്റിംഗ് വെരി എക്സൈറ്റിംഗ്ലി ഫോർ പ്രീച്ചിങ് എമംഗ് യു. പ്രിയപ്പെട്ടവരെ, ആത്മീയരായ നമുക്കും ആസ് എ ക്രിസ്ത്യൻ വി ഷുഡ് ബി ഓൾസോ വെരി ഈഗർ ഫോർ ദ സ്പിരിച്വൽ മാറ്റേഴ്സ്. വി ഷുഡ് ബി ഓൾസോ വെരി ഈഗർ ഇൻ അവർ സ്പിരിച്വൽ അഫേഴ്സ്. വി ഷുഡ് ബി ഓൾസോ വെരി ഈഗർ ഇൻ അവർ ക്രിസ്ത്യൻ മിഷൻ. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ഒന്നുകൂടെ സമർപ്പിക്കാമോ? ഐ ജസ്റ്റ് വാണ്ട് ടു റീകാപ്ചുലേറ്റ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ദിസ് നൈറ്റ്. Every Christian, what every Christian should be. Every Christian should be, praise the Lord, every Christian should be thankful. Every Christian should be committed. Every Christian should be prayerful. Every Christian should be surrendered. Every Christian should be usable. And every Christian should be humble. Every Christian should be fruitful. Every Christian should be obligated. And every Christian should be eager. കർത്താവ് നമ്മളെ ആ നിലകളിൽ ഈ രാത്രികാലം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആ വലിയ കരസ്പർശനം അതിനായിട്ട് നമ്മളെല്ലാവരെയും ഒരുക്കിയെടുക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലം ഏകാഗ്രമാക്കാമോ? പൗലോസിൻ്റെ കഴിഞ്ഞ ആഴ്ച കേട്ട ടെസ്റ്റിമണിയിൽ നിന്ന് എത്രമാത്രം പൗലോസ് പേഴ്സണലൈസ് ചെയ്യുന്നുണ്ട് ആ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്തീയ ഭക്തന്റെ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് ഇങ്ങനൊരു മാർഗത്തിലൂടെ നമ്മെ വീണ്ടും ശക്തീകരിക്കട്ടെ എന്ന് ദൈവസ്ഥനിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ അജു